ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇന്ന് ടോട്ടൽ 3 ട്രേഡാണ് എടുത്തത്. 25,300 പുട്ട് ഓപ്ഷനാണ് ട്രേഡ് എടുത്തത്. 3 SL ആണ്. ഇനി ടോട്ടൽ 4,800 രൂപയാണ് നമുക്ക് ലോസ് വന്നത്. ഓർഡറിൽ പോയി നോക്കുകയാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് കാണാം. 3 ബൈ ഓർഡർ 3 എൻട്രി ആണ് അതിനുണ്ടായിരുന്നത്. ഒന്ന് 10:32, ഒന്ന് 10:38, ഒന്ന് 10:46. അതിൻ്റെ ടൈം ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ അല്ലാത്ത കോൾ ഓപ്ഷൻ്റെ ആണ്. ഇതിൽ 10:38, 37 പറയുമ്പോൾ ഏകദേശം ഈ ഒരു ടൈമിലാണ്, ഈ ഒരു റേഞ്ചിൽ ഞാൻ 3 എൻട്രി എടുത്തിട്ടുണ്ട്. അത് 3 SL അടിച്ചു. ഇവിടെ എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞത് ഇന്നത്തെ ഡേ ഹൈ ലിക്വിഡിറ്റി വെച്ചിട്ടാണ് ട്രേഡ് എടുത്തത്. ഡേ ഹൈ ലിക്വിഡിറ്റി വരുമ്പോൾ ഇന്ന് ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് ഡൗണിലാണ്, താഴെയാണ്, മൊത്തം ചോപ്പാണ്. ഇനി സോ പുട്ട് ഓപ്ഷൻ തന്നെ എൻട്രി പോകാമെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ ഇന്ന് 50 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൽ ഫസ്റ്റ് മാർക്കറ്റ് താഴെ ഞാൻ കാണിച്ചു തരാം. 50 മിനിറ്റിൽ ഫസ്റ്റ് മാർക്കറ്റ് താഴെയുള്ളൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ടാപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഒന്നും കൂടെ താഴെ വന്നിട്ട് ഈ ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ ഉണ്ടല്ലോ അതിൻ്റെ ലോയും ടാപ്പ് ചെയ്ത്, അതിൻ്റെ ലോ ടാപ്പ് ചെയ്ത സമയത്ത് മേലേക്ക് എൻട്രി നോക്കാൻ പറ്റുന്ന ഏരിയയാണ്. പക്ഷേ മേലേക്ക് എൻട്രി ഒന്നും തരാതെ കുത്തിന് മേലേക്ക് കയറി വന്നിട്ട് ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഹൈ എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും സെക്കൻഡ് ക്യാൻഡിലും ഹൈ എടുത്ത്, അങ്ങനെയൊക്കെ ഹൈ എടുത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ താഴേക്ക് ഒരു എൻട്രി നോക്കാമെന്നുള്ളത്. എനിക്ക് താഴേക്ക് ഡേലോ വരുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഡേലോ വരെ വന്നിട്ടുണ്ട്, പക്ഷേ ഡേലോ വരുന്ന ഞാൻ നോക്കിയില്ല. ഞാൻ ഈ ഒരു ലെവൽ വരെയായിരുന്നു നോക്കിയത്. ഇതിൽ മാർക്ക് വെച്ച ലെവൽ ഈ ഒരു ലെവൽ 25,266.45 ഈ ലെവൽ ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു ഞാൻ എൻട്രി എടുത്തിരുന്നത്. അത് മാർക്കറ്റ് അതേപോലെ താഴേക്ക് വന്നിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഈ ലെവൽ ടാപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. മറ്റേ കോൾ ഓപ്ഷൻ്റെ മൊമെൻറ്റും കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ രണ്ടിൻ്റെ മൊമെൻറ്റും കമ്പാരിസണൊക്കെ ചെയ്തിട്ട് നല്ല രീതിക്ക് നോക്കിയെടുത്ത ട്രേഡ്സാണൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 3 ട്രേഡും SL ആണ്. ഈ ഒരു വ്യൂ അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് 3 അറ്റംപ്റ്റ് ഞാൻ നടത്തി. പക്ഷേ 3 SL അടിച്ചിട്ടാണ് ടാർഗറ്റിലേക്ക് വന്നത്. അതിനുശേഷം പിന്നെ മേലേക്ക് പോയി വീണ്ടും അതിന് മേലേക്ക് കയറി. അതിന് ശേഷമാണ് പിന്നെയും വന്ന് ഡയലോഗ് എടുത്തത്. അതിനുശേഷം ബുള്ളിഷായിട്ട് മേലേക്ക് തന്നെ കയറിപ്പോയി. സോ അതൊന്നും നമുക്ക് നോക്കണ്ട. അത് പിന്നെ ഞാൻ നോക്കിയില്ല. ഞാൻ ഈ 3 എണ്ണം കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റിൽ ഇല്ല. ഇനി 3 ട്രേഡാണ് ആകുന്ന ടോട്ടൽ ഉണ്ടായിരുന്നത്. സോ അതിൽ പ്രീമിയം നോക്കുകയാണെങ്കിലും ഒന്നും കൂടെ താഴേക്കൊക്കെ വന്നതിന് ശേഷം പിന്നെ 30.1:5 ഒക്കെ സുഖമായിട്ട് പോയിട്ടുണ്ട് ഈ ഒരു ഫാളിൽ. പക്ഷേ 3 ട്രേഡും ഞാൻ എടുത്തത് 3 ട്രയൽ ചെയ്തതും SL അടിച്ചതിന് ശേഷമാണ് താഴേക്ക് വന്നത്. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് കുറച്ച് ദിവസം മുന്നേ, ഇന്നലെ ഞാൻ 2-3 ദിവസം മുന്നേ കേട്ടോ എനിക്ക് തോന്നണത്. എൻ്റെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസമായിരുന്നു തോന്നുന്നത്. ദിവസത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുക്കുന്നതാണ്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. സോ ഈ ലോ എടുക്കുന്നുള്ള എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തിരുന്നത്. പക്ഷേ ഇവിടെ ഇത്ര വലിയ ടാർഗറ്റ് ഞാൻ വെക്കില്ല പറഞ്ഞിട്ട് അന്ന് ഉണ്ടാക്കിയ ഏതൊരു സ്വിംഗ് ലോ ഇങ്ങനെയാണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. അത് ടാപ്പ് ചെയ്ത്, പക്ഷേ എൻ്റെ ലാർജർ വ്യൂ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുന്നുള്ളത് മാർക്കറ്റ് ചെയ്തില്ല. ലെവൽ ടാപ്പ് ചെയ്യാണ്ടാണ് പിന്നെ മേലേക്ക് ബുള്ളിഷായിട്ട് കുത്തിനെ കയറി വന്നത്. സോ അന്ന് പക്ഷേ എൻട്രി പക്ഷേ ടാർഗറ്റ് അടിച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ വ്യൂ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ് നടന്നത്. വ്യൂ കറക്റ്റാണ്, ഇനി താഴേക്ക് വരുന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷേ 3 ട്രേഡ് 3 അറ്റംപ്റ്റ് നടത്തി 3 SL അടിച്ചിട്ടാണ് ആ വ്യൂ കറക്റ്റായത്. സോ 2 രീതിയിൽ മാർക്കറ്റിൽ വരാം. എങ്ങനെ മാർക്കറ്റിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. നമ്മൾ എത്ര ട്രേഡ് എടുത്താലും എങ്ങനെ വേണമെങ്കിൽ SL അടിക്കുക, ടാർഗറ്റ് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അത് നമ്മളെ കയ്യിലുള്ള കാര്യമില്ല. മാർക്കറ്റ് ഈസ് 100% അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നല്ല രീതിക്കുള്ള റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് അത്യാവശ്യം നല്ല വിന്നിങ് പ്രോബിലിറ്റി ഒക്കെ ഉള്ള ട്രേഡ്സ് മാത്രം എടുക്കുക. നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല സ്ട്രാറ്റജി മാത്രം ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ പ്രോഫിറ്റബിൾ പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം ചെറിയൊരു ലോസ്, 3 ട്രേഡ് എടുത്ത് 3 SL ആണ്. പക്ഷേ ഈ മാസം അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റബിൾ. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഏതൊരു ദിവസം 2 ടാർഗറ്റൊക്കെ ഉണ്ടായിനി, നല്ല അടിപൊളിയായിട്ടുള്ള 2 ടാർഗറ്റൊക്കെ ഉണ്ടായിനി. സോ ജനുവരി ഓവറോൾ നല്ല പ്രോഫിറ്റിലാണ്. P&L ഞാൻ എന്തായാലും നാളെ കാണിക്കണം. ഇന്നിപ്പോൾ കാണിക്കുമ്പോൾ ഇതുണ്ടാവില്ല. ഇന്നത്തെ ഈ ലോസ് അതിലേക്ക് ആഡ് ആയിട്ടുണ്ടാവില്ല. നാളെ നോക്കുമ്പോൾ ഇതും കൂടെ ആഡ് ആയിട്ടുണ്ടാവും. സോ നാളെ മറ്റന്നാൾ എങ്ങനെ, നാളെ വീക്കെൻഡ് ആണല്ലോ, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യേണ്ടത് ജനുവരിത്തെ P&Lൻ്റെ. ഓക്കെ, സോ ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനിയപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ നാളെ അല്ല അതിൻ്റെ നോട്ടിഫിക്കേഷൻ സൺഡേ 1 ഫെബ്രുവരി ഇത് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് ബഡ്ജറ്റ് ആണ്, യൂണിയൻ ബഡ്ജറ്റാണ് 2026-27. സോ അന്ന് 9:15 തൊട്ടിട്ട് 3:30 വരെ നമ്മുടെ FNO വർക്കിംഗ് ആയിരിക്കും. അന്ന് ട്രേഡ് ചെയ്യേണ്ടവർക്കൊക്കെ ട്രേഡ് ചെയ്യാം. ഞാൻ ചെയ്യുമെന്നുള്ളത് ഉറപ്പില്ല. ഞാനന്ന് വാച്ച് ചെയ്യും.
മൊമെൻ്റ് എന്തായാലും ഉണ്ടാവാനാണ് ചാൻസ്. ഹെവി മൊമെൻ്റ് ആയിരിക്കും, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഓപ്ഷൻ ബയ്യർക്ക് പറ്റിയ മാർക്കറ്റൊക്കെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് SL അടിക്കാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ടാർഗറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. 30 പോയിൻ്റ് ടാർഗറ്റൊക്കെ കൂളായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ 6 പോയിൻ്റ് ഞാൻ വെക്കുന്ന SLും കൂളായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അന്ന് ട്രേഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തത് PNL വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞാൽ സാധാരണ പോലെ ലൈവ് ട്രേഡിൻ്റെ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.